നിങ്ങൾക്ക് നല്ല ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡൈജസ്റ്റ് പ്രോ എടുക്കുക. അതല്ല നിങ്ങൾക്ക് നല്ല വയറ്റുന്ന പോകുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ ഹാർമോണിക്സ് എടുക്കുക. ഇതെന്താണെന്നല്ലേ, ഇത് രണ്ടും ഒരു സപ്ലിമെന്റ്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റാൻ, നിങ്ങളെ പൈൽസിന്റെ പ്രശ്നങ്ങൾ, നിങ്ങളെ വയറ്റുന്ന പോകാത്ത പ്രശ്നങ്ങൾ എല്ലാം മാറ്റാനൊക്കെ ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് രോഗികൾക്ക് നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. രാത്രി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേത് രാവിലെ സ്മൂത്തായിട്ട് പോവാം. നിങ്ങൾ ചില പല മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് രാത്രി എഴുന്നേറ്റ് ഓടേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരാറുണ്ട്. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് നൈസായിട്ട് നല്ല സ്മൂത്തായിട്ട് നിങ്ങളെ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹാർമോണിക്സ് ഭയങ്കര എഫക്റ്റീവാണ്. ഓക്കെ, ഇപ്പം ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, വയറ്റുന്ന പോകാത്ത പ്രശ്നങ്ങൾ, പിന്നീട് അത് പൈൽസിലേക്ക് മാറുന്നത്. ഈ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര തോന്ന ഗ്യാസ് രോഗികൾ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്? അതിന് മാത്രം മെഡിസിൻസ് ആളുകൾ കുടിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് അത്ര ഗ്യാസിന്റെ പ്രശ്നം വരുന്നത്? ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നം. ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കും ഗ്യാസിന് മരുന്ന് കുടിക്കുന്നുണ്ട്, ഗ്യാസ് കംപ്ലീറ്റ് മാറിയില്ല എന്നുള്ളത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കുടിക്കുന്ന ഒരു മരുന്നാണ്, ഓൾമോസ്റ്റ് എല്ലാതും സെയിം മരുന്നാണ് കുടിക്കുന്നത്. പക്ഷെ എല്ലാവരും ഉണ്ടാകുന്ന ഗ്യാസിൻ്റെ കാരണങ്ങൾ പലതും, പല കാരണങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചില ആളുകൾ ടെൻഷൻ അടിച്ച് ഗ്യാസ് വരാം, ചിലർക്ക് ഭക്ഷണത്തിലൂടെ ഗ്യാസ് വരാം, ചിലർക്ക് ഉറക്കം കുറഞ്ഞിട്ട് ഗ്യാസ് വരാം, ചില ഭക്ഷണം കഴിച്ചിട്ട് ഗ്യാസ് വരാം, ഭക്ഷണം കഴിക്കാൻ, ഇതൊക്കെ വരും, എല്ലാതും ഗ്യാസാണ്. ഇതിനെല്ലാത്തിനും കുടിക്കുന്ന ഓൾമോസ്റ്റ് നമ്മൾ എന്താ റാൻഡാക്ക് പോലെയുള്ള പാൻഡോപ്പ് പോലെയുള്ള ഇങ്ങനെ എന്തെങ്കിലും മെഡിസിൻ മാത്രം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പറ്റൂല. അപ്പോൾ നമ്മുടെ ആ കാരണങ്ങൾക്ക് യോജിച്ച് വരുന്ന മെഡിസിൻ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ കഴിക്കണം. എങ്കിലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്യാസ് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ചില ആളുകൾ നമ്മൾ സാധാരണ പറയാനില്ല ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഗ്യാസ് വരലുണ്ടെന്ന് വരുന്നുണ്ട്. പക്ഷേ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നതിനാ ഗ്യാസ് വരേണ്ട ആവശ്യം? അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര നെഞ്ചരിച്ചുള്ള ആളുകളുണ്ടാവും, ഛർദ്ദിക്കാൻ വരിക, പുളിച്ചിത കെട്ടുക എന്ന് വെച്ചിട്ട് അതൊരു ടീമുണ്ട്. അതേപോലെ വേറൊരു ടീമാണ് വയറ് വീർക്കുക. എന്ത് കഴിച്ചാലും വയറ് വീർക്കുക, ഈ പറഞ്ഞ പോലെ ശോധന കിട്ടൂല, ഭക്ഷണം ദഹിക്കാത്ത മാതിരി വെള്ളം കുടിച്ചിട്ട് വയറ് വീർക്കുന്നുണ്ടെന്ന്. അതുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഒന്ന് അത് ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ ഭക്ഷണം ദഹിക്കണതിന് ആസിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആസിഡിന്റെ എമൗണ്ട് കുറയുന്ന ഒരു അവസ്ഥ വയറ്റിൽ വന്നാൽ എന്ത് ചെയ്യും, ഇത് ദഹിക്കൂല, ഇതിങ്ങനെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ. അപ്പോൾ വിശപ്പ് ഉണ്ടാവില്ല. അതുപോലെ വയറ് വീർക്കുന്ന പ്രശ്നങ്ങൾ, വയറ് ഉറക്കുന്ന പ്രശ്നങ്ങൾ, ഈ കീഴുവായൊക്കെ ഭയങ്കര സ്മെല്ലിൽ പോകുന്ന അവസ്ഥ ഒക്കെ വളരെ പറയുന്നതാണ്. ഇതൊക്കെ എന്തെങ്കിലും ആളുകൾ പതിവായിട്ട് കണ്ടുവരുന്നുള്ളതാണ്. നേരെ ഓപ്പോസിറ്റ് മറ്റൊന്ന്, അതായത് നെഞ്ചരിക്കുക, ഛർദ്ദിക്കുക, വയറ് കാളിച്ചാന്ന് കേട്ടില്ല. നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചിട്ട് നല്ല രീതിയിൽ ഫുഡ് അടിച്ചതാവും, പക്ഷെ ഒരു മണിക്കൂറായിട്ടുണ്ടല്ലോ വീണ്ടും അതേപോലെ കഴിക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ വരും. അതിങ്ങനെ കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു അവസ്ഥ. അതേപോലെ ചിലപ്പോൾ ഉണ്ടായിരിക്കും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റ് പോകാനുള്ള ഒരു അവസ്ഥ വരിക. കുറേ ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രശ്നമുണ്ട്. ഇതൊക്കെ കഴിക്കൽ എന്താ നമ്മള് ഈ ഗ്യാസിന് മരുന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ നിന്ന് റിലീവ് കിട്ടൂല. അപ്പോൾ പല പേഷ്യൻസ് എൻ്റെ അടുത്ത് വരുമ്പോൾ പറയും, ഡോക്ടർ ഞാൻ ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കണ്ടറിയും. എത്ര കാലമായിട്ട്? ഞാൻ 10 കൊല്ലമായിട്ട് കഴിക്കുന്നുണ്ട്, 12 കൊല്ലം കഴിക്കുന്നുണ്ട്. കഴിച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ വെച്ചാൽ ഇല്ല. അത് ആ ഒരു സമയത്ത് ഒരു മരുന്ന് എന്ന് പറയുന്നത് അസുഖം മാറാനല്ലേ ആണ്. ഞാനതാ മനസ്സിലാണ്. ഈ നമ്മൾ ഓരോരോ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കേണ്ടത് എന്താ, അത് മാറി കിട്ടണം. 10 വർഷം ഈ ഗ്യാസിന്റെ ഈ പ്രഷറിന്റെ ഒക്കെ മരുന്നാണ് കുഴപ്പമില്ലാന്ന് വിചാരിക്കുക, നിർബന്ധം. ഈ ഗ്യാസിന്റെ മരുന്നൊക്കെ എന്തിനാ 10 വർഷം കുടിക്കേണ്ട ആവശ്യം? പക്ഷെ അത് രോഗികൾക്ക് പലപ്പോഴും അറിയില്ല എൻ്റെ പ്രശ്നം എന്താണ്, അതെന്തുകൊണ്ട് ഉണ്ടാകുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് പല രോഗികൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഡോക്ടറെ അടുത്ത് പോലെ ഒരു ചോദിക്കുകയില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് രോഗികൾ അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ്. എന്താ ആക്ച്വലി എൻ്റെ ഗ്യാസ് എന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ പൊതുവെ പറയുമ്പോൾ ഒരു വീട്ടിൽ 5 ആളുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളായിരിക്കും, ഒരാൾ ചിലപ്പോൾ സ്ഥിരമായിട്ട് ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ നമ്മൾ വർക്ക് സ്പേസിൽ നിന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന്. അപ്പോൾ ഇതെല്ലതും ചുറ്റുപാടുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് ഇവരൊക്കെ ഒരു ഗ്യാസ് വന്നാൽ എന്ത് ചെയ്യാറ്, അമ്മ ഗ്യാസിന് വിളിക്കുക, അല്ലെങ്കിൽ ഉപ്പ ചോദിക്കുന്നത് ഗ്യാസിന് വിളിക്കുക, എല്ലാവരും കഴിക്കണം എന്താണ് ഈ ഒരു സെയിം ഗുളികയാണ്. അത് പറ്റൂല. അപ്പോൾ ഓരോരോ ആളുകൾ ചിലപ്പോൾ എച്ച് പൈലോർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും വയറ്റിൽ, അതുമൂലം ഈ പറഞ്ഞ ഗ്യാസിൻ്റെ പ്രശ്നം വരും. മറ്റാൾക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് ഓരോന്ന് സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കാൻ വേണം. നിങ്ങളും ഇതുപോലെ ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ വീഡിയോ കാണും കേട്ടോ. കാരണം ഒരിക്കലും ഗ്യാസിൻ്റെ മരുന്നുകളൊന്നും കലാകാലം കഴിക്കേണ്ട കാര്യങ്ങളല്ല. നിങ്ങൾക്ക് എന്താണോ പ്രശ്നം അതിൻ്റെ റൂട്ട് കോസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഡോക്ടർ സംസാരിച്ച പോലെ നിങ്ങൾക്കും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, നമ്മൾ വയറ് വീർക്കുന്ന ഹൈപ്പർ അസിഡിറ്റിയും ഹൈപ്പോ അസിഡിറ്റിയും. ശരിക്കും എന്തുകൊണ്ടാണ് ഈ ഹൈപ്പർ അസിഡിറ്റി വരുന്നത്?
അല്ലെ അത് ശരിക്കും എന്താണ് ഈ ഹൈപ്പർ അസിഡിറ്റി? ഹൈപ്പർ അസിഡ് ഭക്ഷണം ദഹിക്കണമെന്നുണ്ടെങ്കിൽ ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊക്കെ അറിയാം ഇമ്പോർട്ടൻ്റ് ആണ്. ചില കണ്ടീഷനിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടും. ഇപ്പോൾ ടെൻഷൻ കൂടിയ ചില ആളുകൾ പ്രൊഡക്ഷൻ കൂടാറുണ്ട്. അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു ഭാഗത്ത്, അതായത് ആൻട്രൽ റീജിയനിൽ ഭാഗത്ത് ഒരു ഇറിറ്റേഷൻ, ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ കൂടും. സ്പൈസസ് ഉള്ള കൂടുതൽ ഫുഡ് കഴിച്ചാൽ ട്രിഗറിങ് ഉണ്ടാക്കി സെക്രീഷൻ നല്ലോണം കൂടും. അപ്പോൾ ഇങ്ങനെ സെക്രീഷൻസ്, ആസിഡിൻ്റെ സെക്രീഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഹൈപ്പർ അസിഡിറ്റി, പുളിച്ചിത കെട്ടലുകൾ, വയറ് കാളിച്ചേണ്ട പ്രശ്നങ്ങൾ, അമിതമായിട്ട് വിശപ്പിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഇത് നല്ല രീതിയിൽ അവർ കൂടുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്യാനുള്ളത് എന്ത് ചെയ്യണം, സെക്രീഷൻ കുറയ്ക്കണം. എന്താണ് റീസൺ നോക്കിയിട്ട് അതിനുള്ള മരുന്ന് കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് പുറത്തുണ്ടായിരിക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരിക. അതേപോലെ ഈച്ച് പൈലോറിക്കിൻ്റെ ഇൻഫെക്ഷൻ കാരണം ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകും, ഹൈപ്പോ അസിഡിറ്റി ഉണ്ടാകും. കാരണം അത് ഓരോ പൊസിഷനിലാണ് നമ്മുടെ വയറ്റിൽ എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആകൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ചില ആളുകൾക്ക് പറഞ്ഞതുപോലെ അസിഡിറ്റി കുറയും. അപ്പോൾ ചില ആളുകൾ നമ്മൾ എന്തെങ്കിലും കഴിച്ചാൽ വയറ് വീർക്കുക, എന്തെങ്കിലും വെള്ളം കുടിച്ചാൽ, നേരത്തെ പറഞ്ഞാലോ വെള്ളം കുടിച്ചാൽ വയറ് വീർക്കുക. അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ കക്കരി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചാൽ വയറ് വീർക്കുക, ഗ്യാസ് വരിക. ഫ്രൂട്ട്സ് ഒക്കെ നല്ലതാ, നമ്മളൊക്കെ പറയുന്ന, പക്ഷെ ചില ആളുകൾക്ക് ഇത് പ്രശ്നം ഉണ്ടായിരിക്കും. അത് ഈ പറഞ്ഞതുപോലെ കണ്ടീഷൻ വരുന്നതാ. അപ്പോൾ ഇത് എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യരുത്, ഒരേ കണ്ടീഷനും ഒരേ അവസ്ഥയും ഒരേ മരുന്ന് നമ്മൾ നിർണ്ണയിക്കരുത്. ഓക്കെ. അപ്പോൾ ഈ ഹൈപ്പർ അസിഡിറ്റി ആണോ അല്ലെ ഹൈപ്പർ അസിഡിറ്റി ആണോ എന്നുള്ളത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? അത് സിമ്പിളാണ്. അത് ഒന്ന് ഈ പറഞ്ഞതുപോലെ ലക്ഷണങ്ങൾ വെച്ച് നോക്കാം. രണ്ടാമത് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആപ്പിൾ സിഡർ ACV ഉണ്ടല്ലോ, അത് ജസ്റ്റ് എന്ത് ചെയ്താൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/2 ഗ്ലാസ്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളത് കുടിക്കുക. അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഒരു എമ്പക്കം, ഒരു ആശ്വാസം, ഒരു റിലീവിങ് കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണത് ഹൈപ്പോ അസിഡിറ്റിയാണ്. അതായത് അയാൾക്ക് ഗ്യാസ് കുറവാണ്, ആസിഡ് സെക്രീഷൻ കുറവാണെന്നാണ്. അപ്പോൾ നമ്മൾ എക്സസൈസ് ഒരു ആസിഡ് സംഗതി കഴിക്കുമ്പോൾ ഒരു റിലീവ്, ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. അതേസമയം ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകളാണ് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെഞ്ചരിയും, പുകച്ചിൽ വരും, എരിച്ചിൽ വരും. അതോടെ പിന്നെ കഴിക്കരുത്. അപ്പോൾ അത് വേണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ചില ആളുകളുണ്ടാവും ഉപ്പിലിട്ട് കഴിച്ചാൽ ഇതേ എഫക്റ്റ് ഉണ്ടാവും. ഉപ്പിലിട്ട് കഴിച്ചാൽ ചില ആൾക്ക് നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യും, ചില ആൾക്ക് എരിച്ചിൽ വരും. അത് ഇതുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഇത് പറ്റില്ല. അത് നോക്കിയിട്ട് നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് സിമ്പിൾ ടെസ്റ്റ്, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അത്. ഓക്കെ. ഇതിന് രണ്ടെണ്ണത്തിനും ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ, പല ഭക്ഷണങ്ങളും നമ്മൾ കഴിക്കുന്ന ലൈഫ് സ്റ്റൈലൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് എന്താണ് നമ്മുടെ ഭക്ഷണത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണത്തിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് അങ്ങനെ തന്നെ പറയലുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ, നമ്മൾക്ക് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്യാസ് ഉണ്ടാവാനും ഗ്യാസ് ഇല്ലാതെ നോർമൽ കണ്ടീഷനിൽ പോകാനും. ഇപ്പോൾ ഗ്യാസ് ഇത്തരം പ്രശ്നമുള്ള ആളുകൾ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത് 2 കണ്ടീഷൻ നമ്മൾ നോക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൈപ്പർ അസിഡിറ്റി ഉണ്ട്, ഹൈപ്പോ അസിഡിറ്റി ഉണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് ചില ഫുഡ് പറ്റൂല, അത് അങ്ങനെ തന്നെയാണ്. ഞാൻ പൊതുവേ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനോടും അത് നിർബന്ധമായിട്ട് പറഞ്ഞു കൊടുക്കലുണ്ട്, ഏത് കേസ് വന്നാലും. അപ്പോൾ അതിലെടുത്ത് പറയുമ്പോൾ ഹൈപ്പർ അസിഡിറ്റി, പുളിച്ചിത കെട്ടലുകൾ, നെഞ്ചരിച്ചിൽ, അതേപോലെ കൂടുതൽ വിശപ്പ് ഇങ്ങനെ കൂടുതലായിട്ട് വരിക, അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അവരോട് ഞാൻ പറയുന്നത്, ഒന്ന് നേന്ത്രപ്പഴം അത് ശ്രദ്ധിക്കണം, കഴിക്കരുത്. അതേപോലെ ഡേറ്റ്സ് വല്ലാണ്ട് എന്ത് ചെയ്യരുത്, ഈത്തപ്പഴം നല്ലോണം ശ്രദ്ധിക്കണം. അതുപോലെ നോൺ വെജ് തൽക്കാലമൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഹോൾഡ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ സ്പൈസസുകൾ, എരിവ് കൂടിയ ഭക്ഷണങ്ങൾ, അച്ചാർ പോലുള്ളത്, അതുപോലെ ബേക്കറി ഐറ്റംസുകൾ, അതേപോലെ തന്നെ നമ്മൾ ഓയിൽ, കരിച്ചത് പൊരിച്ചതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് ചെയ്യുന്നത് മാറ്റി വയ്ക്കുക. അതേപോലെ പാവക്ക നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്, കൈപ്പങ്ങ എന്ന് പറയുമല്ലോ, അത് ശ്രദ്ധിക്കണം. അതേപോലെ പഴുത്ത മാങ്ങ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് പല ആളുകളിലും. അതേപോലെ തന്നെ വരുന്നതാണ് മുരിങ്ങാക്ക. ഇതൊക്കെ നല്ലതാട്ടോ, ഇതൊക്കെ നല്ല ഫുഡാണ്. പക്ഷേ ഈ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകളിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇറിറ്റേഷനും, എരിച്ചിലും, പുകച്ചിലും. ഈ ആളുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. ഇന്ന് എൻ്റെ അടുത്ത് പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ കഴിക്കുന്ന കേട്ടോ എന്ന് പറയാം. അവർക്ക് ഒരു ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിങ്ങനെ ശീലമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഭക്ഷണം, അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ്, പേരക്ക നല്ലൊരു ഓപ്ഷനാണ്. അതേപോലെ കക്കരി, ഞാൻ എപ്പോഴും പറയുന്നത് കക്കരി കഴിക്കുക. അതേപോലെ ചിരങ്ങ, പിന്നെ വഴുതനങ്ങ, പിന്നെ അങ്ങനെ വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസുകൾ എന്ത് ചെയ്യുക, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ തൈര്, മോരുണ്ടല്ലോ, പുളി കുറഞ്ഞ ടൈപ്പ് കേട്ടോ, നല്ല പുളിയാകരുത്. കൂടുതൽ പുളിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കോൺസ്റ്റിപ്പേഷൻ വരും, അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഒന്നുമില്ലെങ്കിൽ യോഗേട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് കഴിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകൾക്ക് നല്ല കംഫർട്ടായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കുറയുകയും ചെയ്യുന്നതാണ്. പിന്നെ അതേസമയം ഇപ്പോൾ ഹൈപ്പോ അസിഡിറ്റി കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കാനുള്ളത്, അവർ ആസിഡ് സെക്രീഷൻ കുറവാണ്, വയറ്റിൽ എന്ത് ചെയ്യുന്നില്ല, ശരിയായ രീതിയിൽ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ വയറ്റിൽ എന്ത് വേണം, കുറച്ച് ട്രിഗറിങ് വരണം, ഈ സെക്രീഷൻസ് ഉണ്ടാക്കിയിടണം. അപ്പോൾ സ്പൈസസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മളെ ഗ്രാമ്പൂ, അതേപോലെ തന്നെ ചുക്ക്, ഇഞ്ചി, പിന്നെ പട്ട,
ഇങ്ങനെയുള്ള കുരുമുളക്, ഇപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടാവും, പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പൊതുവെ പറയലുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെവിനെസ് ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചുക്ക് കാപ്പി കുടിക്കുക എന്ന് പറയും. ചുക്കിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ ചുക്ക് കാപ്പി അങ്ങനെ, കാരണം ആ ഒരു ഇത് വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു കംഫർട്ട്, ഒരു ഗ്യാസ് ഇങ്ങനെ വരും. അതങ്ങനെയാണ്. അത് ആക്ച്വലി ഹൈപ്പോ അസിഡിറ്റി ഉള്ള ആളുകൾക്ക് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേസമയം ഇവർ തണുത്ത സാധനം അവോയ്ഡ് ചെയ്യണം. ഈ അസിഡിറ്റി കുറവുള്ള ആളുകൾക്ക് തണുത്ത സാധനങ്ങൾ, അതേപോലെ തന്നെ തൈര്, മോര്, പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ, ഫ്രൂട്ട്സുകൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കുറയ്ക്കണത് നല്ലതാണ് ഇവർക്ക് ഈ പറഞ്ഞതുപോലെ. അതേപോലെ തന്നെ ഇവർ ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ മൂവ്മെൻറ്റും കൂടെ എന്ത് ചെയ്യണം, കൂട്ടണം. അപ്പോൾ ഭക്ഷണത്തിൽ ഈ കാര്യങ്ങളും ഇതൊക്കെ ചുറ്റുപാട് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഹൈപ്പോ അസിഡിറ്റി ആൾക്ക് ഇത് ശ്രദ്ധിക്കുക, ഹൈപ്പർ മറ്റേ ശ്രദ്ധിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, ഇതൊന്നും നോക്കാതെ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യല്, അതുകൊണ്ട് ഇത് മാറി കിട്ടുകയില്ല. ഭക്ഷണത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കാനാണ്. ഇപ്പോൾ ഇത്രയും ഗ്യാസ് ഉള്ള ആളുകൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡൈജസ്റ്റ് പ്രോ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. എങ്ങനെയാണ് നമ്മൾ നല്ല ഗ്യാസ് ഉള്ള സമയത്ത്, നല്ല മൈഗ്രെയിൻ ഉള്ള ആളുകൾക്ക്, ഇപ്പോൾ മുട്ടുവേദന, പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആളുകൾക്ക് എങ്ങനെയാണ് ഈ ഡൈജസ്റ്റ് പ്രോ ഹെൽപ്പ് ചെയ്യുന്നത്? ഇത് ഡൈജസ്റ്റ് പ്രോ ആക്ച്വലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ പല ആളുകളും ഈ സ്റ്റൊമക്കിൽ ഇൻഫെക്ഷൻ വരും, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. ഇൻഫെക്ഷൻ വരിക ഈ പറഞ്ഞ പോലെ നമ്മൾ ഫുഡിലൂടെയോ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ ഹൈപ്പർ അസിഡിറ്റിയും ഹൈപ്പോ അസിഡിറ്റി ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പൊതുവേ നമ്മളൊരു ഗ്യാസിന് മരുന്ന് കുടിക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആൻറ്റാസിഡ് കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ വയറ്റിലുണ്ടാകുന്ന ആസിഡിൻ്റെ എമൗണ്ട് ഒന്ന് കുറയ്ക്കും, ആ ഒരു സമയത്തൊന്ന് കുറക്കും. അത് അതിൻ്റെ എഫക്റ്റ് വരില്ലേ. അവിടെ അതിൻ്റെ ബാക്കിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ നീർക്കെട്ടിനോ എന്ത് ചെയ്യുന്നില്ല, അത് ഹീലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന് ആക്ച്വലി ഇതിന് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുള്ളത് അവിടെ ഇൻഫ്ലമേഷൻ നല്ല രീതിയിൽ കുറക്കുന്നുള്ളത്. ഇതിൻ്റെ ഒരു ബേസിക് കണ്ടന്റ് എന്ന് പറയുന്നത് ഇരട്ടിമധുരം. ഈ ഇരട്ടിമധുരത്തിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി എച്ച് പൈലോറിക് എഫക്റ്റ് ഉള്ളതാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ അവിടെ എന്തെങ്കിലും അൾസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഇരിത്മോ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു അതിൻ്റെ സൂപ്പർഫിഷ്യൽ ലെയറിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനും അവിടെ ഒരു കോട്ടിങ് ഉണ്ടാക്കാനൊക്കെ എന്ത് ചെയ്യും, ഈ ഇരട്ടി മധുരം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും നല്ല രീതിയിൽ, അതായത് റൂട്ട് കോസ് അങ്ങനെ പറയാം, ആ റൂട്ട് കോസ് ക്ലിയർ ആക്കാൻ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ ബെനിഫിറ്റ് കിട്ടും. അത് മാത്രമല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞു റുമാറ്റിക് ആർത്രൈറ്റിസിൻ്റെ കേസുകളിൽ, അതേപോലെ തന്നെയാണ് ഈ ഗട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന പല കേസുകളുണ്ട്, ചിലപ്പോൾ ടെൻഷൻ വരുന്ന കേസുകളുണ്ട്, ഭയങ്കര മൈഗ്രൈൻ്റെ കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് അൺനോൺ ആയിട്ടുണ്ടാകുന്ന പല ഒറിജിൻ കേസുകളുണ്ട് ഗട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അത് പലതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ദഹന സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ദഹന സംബന്ധം, ആ ഒരു ദഹനം പ്രോപ്പറായി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ മൈഗ്രെയിൻ ആണെങ്കിലും ശരി, ഈ പറഞ്ഞതുപോലെ ആർത്രൈറ്റിസിൻ്റെ കേസാണെങ്കിലും ശരി, സോറിയാസിസ് എക്സിമ പോലെയുള്ള ഡാൻഡ്രഫ് പോലെയുള്ള ഇതിൻ്റെ ഒക്കെ കേസിന് ഏറ്റവും ബെസ്റ്റ് എന്ന സാധനം എന്താണ്, ഒന്ന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അവർക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും, നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഇത്രയും ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൈജസ്റ്റ് പ്രോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഡോക്ടറിന് ഓൺലൈനും ഓഫ്ലൈനായിട്ട് കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ മെഡിസിൻസ് ഒക്കെ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് അയച്ചു തരുന്നതുമാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഡോക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ, നമ്മുടെ മലബന്ധം മാറാൻ, വയറ്റിന്ന് നല്ലപോലെ പോകാൻ വേണ്ടിയിട്ട്, വയറൊന്ന് ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹാർമോണിക്സ് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. എങ്ങനെയാണ് ഈ ഹാർമോണിക്സ് ഇവർ ഹെൽപ്പ് ചെയ്യുന്നത്? ഇത് ആക്ച്വലി ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പല ആളുകളും മരുന്ന് കഴിക്കുന്നവരുണ്ട്. എനിക്കറിയുന്ന, ഞാൻ പലതും കൂടെ നിർത്തലുണ്ട്, സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുണ്ട്. അപ്പോൾ ഇതിൽ പല ആളുകൾക്കും ഇന്നാലും ആദ്യം ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യും അവർ. ആ ടാബ്ലറ്റ് ഒരു കുഴപ്പമെന്നുള്ള റിസൾട്ട് ഉണ്ട്, ഒരു 1.5 മാസം ഉപയോഗിച്ചിട്ട് പിന്നെ അത് എഫക്റ്റ് ആവില്ല. അത് ഒന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഡോസ് കുട്ടി കഴിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടുത്ത ടാബ്ലറ്റിൽ കിടക്കും. ഇത് പല ആളുകൾ ഒരു അറൗണ്ട് ഒരു 40-45 ഏജ് കഴിഞ്ഞ ആളുകൾ സ്ഥിരമായിട്ട് എടുക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒന്ന് ഈ പറഞ്ഞ പോലെ ഗട്ട് മൂവ്മെൻറ്റ് കുറയുന്ന സമയത്ത്, നമ്മുടെ മൂവ്മെൻറ്റ് കുറയുന്ന സമയം, നമ്മുടെ എക്സ്റ്റേണൽ മൂവ്മെൻറ്റ് കുറയുന്ന സമയത്ത്, ഭക്ഷണം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ എന്ത് ചെയ്യും, ഇതിൽ വരും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ഗട്ട് ഭയങ്കര സ്ട്രോങ് ആയി നിൽക്കും. കോൺസ്റ്റിപ്പേഷൻ നല്ല രീതിയിൽ, വയൽസൊക്കെ അതുകൊണ്ടാണ് പല ആളുകൾക്ക് വരുന്നത്, കോൺസ്റ്റിപ്പേഷൻ കാരണം. അപ്പോൾ ഇതിൽ ആക്ച്വലി ഒരു മെയിൻ കണ്ടന്റ് ഒന്ന് നമ്മളെ ഈ സനാമക്കി എന്ന് പറയും, പണ്ട് കാലം യൂസ് ചെയ്യുന്ന സാധനം, അതിൻ്റെ ഇതും. അതേപോലെ മറ്റൊന്നാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും ഭയങ്കര പൊട്ടൻഷ്യലുള്ള നല്ല റിസൾട്ട് ഉള്ള സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് നല്ലോണം ഉണ്ടാവും. അപ്പോൾ കുടലിലവിടെ കുറേ കാലം അവിടെ മല നിന്നത് കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടായിരിക്കും, ലീക്കിംഗ് കട്ട് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഡിസ്ബയോസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അങ്ങനെയൊക്കെ പല ഇഷ്യൂസുകൾ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനും ആ ഇൻഫ്ലമേഷനൊക്കെ
കംപ്ലീറ്റ് മാറി കിട്ടാൻ എന്ത് ചെയ്യും, മഞ്ഞൾ നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു ടീസ്പൂണൊക്കെ രാത്രി തേനിലോ ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ചിലപ്പോൾ ഫുഡ് പ്രൊഡക്റ്റ് കഴിച്ചാൽ ചിലപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ശ്വാസം ഉണ്ടാവും. അത് രാവിലെ എണീറ്റിട്ട് പിന്നെ ജോലിക്ക് പോകാൻ പറ്റില്ല, ഒരു പണി എടുക്കാൻ പറ്റില്ല, ആകെ ഡിസ്റ്റർബ്ഡ് ആയി പോകും. ഇത് അങ്ങനെ ഉണ്ടാവില്ല. അതായത് എക്സസ് ആയിട്ട് മൂവ്മെൻറ്റ് കിട്ടൂല. ഉള്ളത് എന്ത് ചെയ്യുക, നമുക്ക് പ്രോപ്പറായിട്ട് കംഫേർട്ടായിട്ട് ശ്വാസന കിട്ടുന്ന കണ്ടീഷനിൽ നമുക്ക് എത്തിച്ചു വരാൻ പറ്റുന്നുള്ളതാണ്. അത് കുറച്ചൊരു കാലം ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മളെ ഇൻഡസ്ട്രിയിൽ തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ, ഒരു നോർമൽ മൂവ്മെൻറ്റിന് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഭക്ഷണത്തിലും നമ്മുടെ എക്സസൈസ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതില്ലാതെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മൾ പഴയ രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതായത് നിങ്ങൾക്ക് നല്ല കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. വയറ്റിൽ പോവാത്ത പ്രശ്നങ്ങൾ, വയറൊന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ, നിങ്ങൾ ഇത്തരം ബുദ്ധിമുട്ട്, ഗ്യാസിൻ്റെ നല്ല ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, കീവായുവിൻ്റെ പ്രശ്നങ്ങൾ, ഗ്യാസ് വരുന്ന പ്രശ്നങ്ങൾ, കാലിലെ മുട്ടിൻ്റെ വേദന, മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ, ഇതിനൊക്കെ പൈൽസ്, പ്രത്യേകിച്ച് പൈൽസ്, ഒരാഴ്ചൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ഹാർമോണിക്സിൻ്റെ പൈൽസിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ടേഷൻ എടുത്തിട്ട് ഈ ഹാർമോണിക്സും ഡൈജസ്റ്റ് പ്രോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഡോക്ടർ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.